ഹായ് മക്കളെ, നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മിസ് ആണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 100% നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസോട് കൂടി നാളത്തെ എക്സാം എഴുതാൻ പറ്റും കേട്ടോ. ബിലീവ് ഇൻ യുവർ സെൽഫ്. നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കണം. എന്നാൽ മാത്രമേ നാളത്തെ എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോണ്ടന്റുകളായിട്ടും ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം മാക്സിമം ഇത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അവരും നന്നായിട്ട് എക്സാം എഴുതട്ടെ. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? മാലിബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. ലോഹങ്ങളുടെ സവിശേഷതകളാണ് മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റിയും. മാലിബിലിറ്റിന്റെ പ്രത്യേകത എന്താണ്? അടിച്ചു പരത്തി തിൻ ഷീറ്റ് ആക്കാൻ പറ്റും അല്ലേ. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തിൻ വയറാക്കി മാറ്റാൻ പറ്റുന്ന കപ്പാസിറ്റിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണ്? വിച്ച് ഇസ് ദ മോസ്റ്റ് മാലിബിൾ മെറ്റൽ. മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലോഹം ഏതാണ്? പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞോളൂ, ഹൈ മാലിബിലിറ്റി സ്വഭാവം കാണിക്കുന്നത് നമ്മുടെ സ്വന്തം ഗോൾഡ് ആണ്. ഗോൾഡിന്റെ സിമ്പിൾ ആണ് AU എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങൾ ഗോൾഡ് എന്ന് തന്നെ എഴുതി വെച്ചോളൂ. മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഗോൾഡും, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ആരാണ്? നമ്മുടെ പ്ലാറ്റിനവുമാണ് കേട്ടോ. ആരാണ്? പ്ലാറ്റിനം ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. 100% മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള എന്റെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത് ഏത് മെറ്റലാണ്? വൈദ്യുത ചാലകത ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഏത് ലോഹമാണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങളുടെ കമന്റ് ഞാൻ എന്തായാലും ചെക്ക് ചെയ്യും കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് 2 സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ സാമ്പിളിന്റെ പ്രത്യേകത, സോപ്പ് ഗിവ്സ് ലാത്ത് ഈസിലി. 2 സാമ്പിൾ വാട്ടർ തന്നിട്ടുണ്ട്, ജലം തന്നിട്ടുണ്ട്. അതിൽ സാമ്പിൾ 1ൽ എന്ത് ചെയ്യുന്നുണ്ട്? സോപ്പ് എളുപ്പത്തിൽ പതയുന്നുണ്ട് അല്ലെ. രണ്ടാമത്തെ സാമ്പിളിന്റെ പ്രത്യേകത എന്താണ്? സോപ്പ് ഡസ് നോട്ട് ഗിവ് ലാത്ത് ഈസിലി. എന്താണ്? സോപ്പ് എളുപ്പത്തിൽ പതയുന്നില്ല. ആദ്യത്തെ ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് സാമ്പിൾ റെപ്രസെന്റ്സ് ദ ഹാർഡ് വാട്ടർ. കഠിന ജലം ഇതിലേതാണ്? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പം പഠിച്ചു വെച്ചോളൂ. ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ കഠിന ജലത്തിൽ ഒരിക്കലും സോപ്പ് എന്ത് ചെയ്യില്ല, പതയില്ലടാ. അപ്പൊ നമുക്ക് പറയാം, ഇവിടെ സാമ്പിൾ 2 ആണ് എന്ത് ചെയ്യുന്നത്, ജലത്തിൽ, ആ ഒരു ജലത്തിൽ അത് സോപ്പ് പതയാത്തത്. അപ്പൊ നമുക്ക് പറയാം അതെന്താണ്, ഹാർഡ് വാട്ടർ ആണെന്ന് പറയാം അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിച്ച് among the following salt causes hard water. ചുവടെ തന്നിരിക്കുന്നവയിൽ ജലകാഠിന്യത്തിന് കാരണമാവുന്ന ലവണം ഏതാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ലവണങ്ങളുടെ പേരെന്ന് പറയുന്നത് കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകൾ. കാൽഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ക്ലോറൈഡ്. കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകൾ. കാൽഷ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും സൾഫേറ്റുകൾ. കാൽഷ്യം സൾഫേറ്റും മെഗ്നീഷ്യം സൾഫേറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു സോൾട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ജലകാഠിന്യത്തിന് കാരണം, അഥവാ വാട്ടറിന്റെ ഹാർഡ്നെസ്സിന് കാരണമാവുന്നത്. ഈ ഓപ്ഷൻസ് നോക്കിക്കേ. സോഡിയം കാർബണേറ്റ് ഉണ്ട്, മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ട്, സിങ്ക് ഹൈഡ്രോക്സൈഡ് ഉണ്ട്, അമോണിയം ക്ലോറൈഡ് ഉണ്ട്. നമ്മൾ പഠിച്ചു കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും സോൾട്ടുകളാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ് ആൻസർ? സോഡിയം കാർബണേറ്റ് ആണ് അല്ലെ. സോഡിയം കാർബണേറ്റ് ആണ് ജലത്തിന്റെ കാഠിന്യത്തിന് കാരണമായിട്ട് മാറുന്നത്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. ഏത് തരത്തിലുള്ള ജലകാഠിന്യത്തെയാണ് തിളപ്പിച്ചിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇറ്റ് ഈസ് ദ ടെമ്പററി ഹാർഡ്നെസ് അല്ലെ. താൽക്കാലിക കാഠിന്യത്തിനാണ് നമുക്ക് തിളപ്പിച്ചിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത്. ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സോൾട്ടുകൾ ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ കാൽഷ്യം ബൈകാർബണേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണ്. ഇത് 100% പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചോദ്യമാണ്. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും കേട്ടോ. പല രീതിയിൽ ചോദിച്ചിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലെ. എന്താണ്? ദ അറേഞ്ച്മെന്റ് ഷോയിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഇസ് ഗിവൺ ബിലോ. വെള്ളത്തിന്റെ വൈദ്യുത വിശ്ലേഷണം തന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എയും ബിയും എന്നിൽ നടക്കുന്ന അല്ലെങ്കിൽ വാതകം ഏതാണ്? ഐഡന്റിഫൈ ദ ഗ്യാസസ് ഇൻ A and B അല്ലെ. എയിലും ബി എന്നീ വാതകങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം വെള്ളം എന്ന് പറഞ്ഞാൽ H2O ആണല്ലേ. ഈ H2Oയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 2 വാതകം എന്ന് പറയുന്നത്
ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഇനി നമുക്കറിയേണ്ടത് ഇതിൽ ഏതാണ് ഹൈഡ്രജൻ ഏതാണ് ഓക്സിജൻ എന്നല്ലേ. നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കടാ. വാട്ടറിൽ ഒരു H2O മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ കാണപ്പെടുന്നത് ഏത് ആറ്റമാണ്? ഹൈഡ്രജൻ ആറ്റമാണ് അല്ലേ. 2:1 റേഷ്യോ അല്ലേ, അതായത് ഹൈഡ്രജൻ ആണ് കൂടുതൽ കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത്, വൈദ്യുത വിശ്ലേഷണം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ഗ്യാസ് അടങ്ങിയത് ഏതായിരിക്കും? ഹൈഡ്രജൻ ആണ്. 100% ഉറപ്പാണ്. ദിസ് ഇസ് ഹൈഡ്രജൻ ആൻഡ് ദിസ് ഇസ് ഓക്സിജൻ. ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് ഉള്ളതിൽ കൂടുതൽ ഗ്യാസ് ഉണ്ടെന്നാണ് അർത്ഥം. അത് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഈ കുറഞ്ഞ ഭാഗത്തുള്ളത് ഏതാണ്? ഓക്സിജൻ ഗ്യാസ് ആണ്. മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, നെയിം ആൻഡ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഇൻ കൺവീനിയന്റ് മാനർ. ജലത്തിലെ വൈദ്യുത വിശ്ലേഷണം നമുക്ക് എന്താണ് സൗകര്യപൂർവ്വം നടത്താൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഏതാ? ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ അല്ലെ. ഇംഗ്ലീഷിലും മലയാളത്തിലും അത് തന്നെയാണ് എഴുതേണ്ടത്. ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ എന്ന് എഴുതി വെക്കുക കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടാണ് ഹൈഡ്രജനെയും ഓക്സിജനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോളിസിസ് വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും അതുപോലെ തന്നെ തെർമോപ്ലാസ്റ്റിക്സും. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇവിടെ അവരുടെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഏതാണെന്നും തെർമോപ്ലാസ്റ്റിക്സ് ഏതാണെന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കെമിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് ഓൺ ഹീറ്റിംഗ്. അത് ഏതിൻ്റെ ഉദാഹരണമാണ്? എന്താണ്? ചൂടാക്കുമ്പോൾ രാസമാറ്റമാണ് സംഭവിക്കുന്നത്. രാസമാറ്റം സംഭവിക്കുന്നത് കണ്ണടച്ചെഴുതാം. തെർമോ, ഞാൻ ജസ്റ്റ് ഒന്ന് കളർ മാറ്റാണേ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഞാൻ ഇങ്ങനെ എഴുതുകയാണെ. പരീക്ഷയ്ക്ക് നിങ്ങൾ വേർഡ്സിൽ തന്നെ എഴുതണം. നിങ്ങൾ TSP എന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഒൺലി ഫിസിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് ഓൺ ഹീറ്റിംഗ്. എന്താണ്? ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം മാത്രം സംഭവിക്കുന്നത് ആർക്കാണ്? നമ്മുടെ തെർമോപ്ലാസ്റ്റിക്കിനാണ്. തെർമോപ്ലാസ്റ്റിക്കിനാണ്. ഇനി ക്യാൻ ബി റീസൈക്കിൾ. റിപ്പീറ്റ് ചെയ്ത് ചൂടാക്കി തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആളാരാണ്? തെർമോപ്ലാസ്റ്റിക്കുകളല്ലേ. ഇനി അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോളൂ. നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് തെർമോപ്ലാസ്റ്റിക്സും ഇനി റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത് കനോട്ട് ബി റീസൈക്കിൾഡ് ആരാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുമാണ് നമുക്ക് വരുന്നത്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുമാണ് വരുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇവരുടെ എക്സാമ്പിൾ സഹിതം ചോദിക്കും. എക്സാമ്പിൾ പഠിച്ചു വെക്കുക കേട്ടോ. യെസ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ്. അയൺ ഇസ് എ മെറ്റൽ ദാറ്റ് കൊറോഡ് ഫാസ്റ്റ്ലി. ഇരുമ്പ് എന്ത് ചെയ്യാറുണ്ട്? വേഗം തന്നെ നാശനം സംഭവിക്കാറുണ്ട് അല്ലേ. ആദ്യത്തെ ചോദ്യം എന്താണ്? റൈറ്റ് എനി 2 സിറ്റുവേഷൻസ് ദാറ്റ് ഫേവർ കൊറോഷൻ ഓഫ് അയൺ. ഇരുമ്പ് തുരുമ്പിക്കുന്നത് വേഗത്തിലാവുന്ന ഏതെങ്കിലും 2 സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. നമുക്കറിയാം അല്ലെ, മോയ്സ്ചർ പ്രസൻസ്, ഈർപ്പം ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ ലവണങ്ങളുടെ പ്രസൻസ്, എന്താണ് സോൾട്ടിന്റെ പ്രസൻസ് ഒരു റീസൺ ആണ്. പിന്നെ നമുക്ക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നമുക്ക് എഴുതിയാൽ മതി അല്ലേ. ഇനി അടുത്ത ചോദ്യം എന്താണ്? കോപ്പർ നെയിൽസ് ആർ പ്രിഫേർഡ് ടു അയൺ നെയിൽസ് ഇൻ കോസ്റ്റൽ ഏരിയാസ്. വൈ? സമുദ്ര തീര പ്രദേശങ്ങളിൽ ഇരുമ്പാണിക്ക് പകരം കോപ്പർ ആണികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? അയേണിനെയും കോപ്പറിനെയും വെച്ച് നോക്കുന്ന സമയത്ത് അയേൺ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, ഹൈലി റിയാക്റ്റീവ് ആണ്. കോപ്പർ എന്താണ്? ലെസ് റിയാക്റ്റീവ് ആണല്ലേ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ സ്ഥലങ്ങളിൽ നമ്മൾ കോപ്പർ ഉപയോഗിക്കുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ അയേൺ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ജനവാതിലുകളും ഗേറ്റുകളും ഒക്കെ പെട്ടെന്ന് തുരുമ്പിക്കുന്നത്? കാരണം ഈ പറഞ്ഞ എല്ലാ ലവണങ്ങളും അതുപോലെ തന്നെ മോയ്സ്ചർ പ്രസൻസും ഓക്സിജൻ പ്രസൻസും ഒക്കെ കൂടുതൽ നമുക്ക് എവിടെ കാണാൻ പറ്റും? കോസ്റ്റൽ ഏരിയാസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇരുമ്പ് പെട്ടെന്ന് നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുന്നത് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി അടുത്ത ചോദ്യമാണ്, റൈറ്റ് എനി 1 മെത്തേഡ് ടു പ്രിവെന്റ് കൊറോഷൻ ഓഫ് അയേൺ. അയേൺ തുരുമ്പിക്കാതിരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും 2 മെത്തേഡ്സ് ആണ് ചോദിച്ചത്. നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് അറിയാം? ഗാൽവനൈസിങ് എഴുതാം, ആനോഡൈസിങ് എഴുതാം അല്ലെ, ആനോഡിങ് എഴുതാം, പിന്നെ നിങ്ങൾക്ക് പെയിന്റിങ് എഴുതാം, ഗ്രീസിങ് എഴുതാം, ഓയിലിംഗ് എഴുതാം. ഈ 5 എണ്ണത്തിൽ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു മെത്തേഡാണ്. ഒരു മെത്തേഡ് ചോദിച്ച സ്ഥിതിക്ക് ഒരു 2 മെത്തേഡ് അവിടെ എഴുതി വെച്ചോളൂ. ബുദ്ധിമുട്ടില്ലല്ലോ നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. കൊളോയിഡ് ഏത്, ട്രൂ സൊല്യൂഷൻ ഏത്, സസ്പെൻഷൻ ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട് എക്സാമ്പിൾസ് തന്നിട്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. വിച്ച് എമംഗ് ദീസ് ഹാസ് സോളിഡ് സൊല്യൂട്ട് ആൻഡ് സോളിഡ് സോൾവെന്റ്. നമുക്ക് തന്നിരിക്കുന്നതിൽ ലീനവും ലായകവും ഖരാവസ്ഥയിലുള്ളത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ബ്രാസ് ആണല്ലേ. ബ്രാസിന്റെ പ്രത്യേകത എന്താണ്?
കോപ്പറും അതുപോലെ തന്നെ സിങ്കുമാണ് അടങ്ങിയിരിക്കുന്നത്. രണ്ടും സോളിഡ് സ്റ്റേറ്റ് ആണ്, ഖരാവസ്ഥയാണ്. അടുത്ത ചോദ്യമാണ് വിച്ച് ആർ ദ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇൻ ദ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ. ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതത്തിലെ ലീനവും ലായകവും ഏതാണ്? അതിന്റെ മക്കൾ ശ്രദ്ധിക്കണേ, സൊല്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏതാണ് വരുന്നത്? അത് വാട്ടർ ആണ്, ജലമാണ് നമുക്ക് ലീനം വരുന്നത്. ലായകം അഥവാ സോൾവെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ ആണ് ലായകം വരുന്നത്. നമ്മൾ എപ്പോഴും ആൽക്കഹോളിനകത്തേക്ക് വെള്ളം മിക്സ് ചെയ്യല്ലേ ചെയ്യുന്നത്, അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് അമംഗ് ദീസ് ഹാവ് ഗേഷ്യസ് സൊല്യൂട്ട്. ലീനവാതകാവസ്ഥയിലായിട്ടുള്ള ലായനി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ബോക്സിൽ തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അതും നിങ്ങൾ എന്ത് ചെയ്യണം, താഴത്തെ കമന്റ് ബോക്സിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. സോ ഈ കോണ്ടന്റിലുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് സെറ്റ് ആണ് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നാളത്തെ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ കേട്ടോ. നല്ല മക്കളായിട്ട് പഠിച്ചിട്ട് നാളത്തെ പരീക്ഷ എഴുതുക. ലൈവ് ക്ലാസ്സുകൾ മാക്സിമം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലും അപ്പുറം ക്വസ്റ്റ്യൻസ് നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ നിന്ന് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ലൈവിൽ കാണാം.